ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം ചെന്നിരിക്കുന്നത് ബംഗ്ലാദേശിലാണല്ലോ സിനജി. NIA കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ബംഗ്ലാദേശിന് പങ്കുണ്ടെന്നാണ്. അതായത് RDX ബംഗ്ലാദേശിലേക്ക് കടത്തിയിട്ടുണ്ട് 40 കിലോയോളം അല്ലെ. ആ RDX ഇപ്പോൾ ബംഗ്ലാദേശിലില്ല. അങ്ങനെയെങ്കിൽ ഈ സ്ഫോടനത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ RDX ആയിരിക്കാമെന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് NIA പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം? ശരിക്കും പറഞ്ഞാൽ ഈ NIAയുടെ അന്വേഷണത്തിൽ നിന്നാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ 40 കിലോ RDX എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കൊടുത്ത അവിടെ എത്തിച്ചു കൊടുത്തു. പക്ഷേ ഈ RDX ഇപ്പം ബംഗ്ലാദേശിലില്ല എന്ന് പറഞ്ഞാൽ 2900 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ 350 കിലോയോളം RDX ആണ്. ഈ RDX ഒരുപക്ഷെ ഇതിൽ ഉൾപ്പെട്ടിരിക്കാം. ഇപ്പൊ ജമ്മു കാശ്മീർ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ഫോടനം ഉണ്ടായി. ഈ സ്ഫോടനത്തിൽ സ്വിച്ചില്ല, വയറില്ല, പിന്നെ എങ്ങനെയാണ് കാശ്മീരിലെ പോലീസ് സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചത്? അപ്പോൾ അമേരിക്കയിലൊക്കെ ഉൾപ്പെടെ നടത്തുന്ന സ്ഫോടനത്തിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഒരുപക്ഷെ ഈ RDXന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാം. ഇത് പറയുന്നത് NIA നടത്തിയ അന്വേഷണത്തിൽ ചെങ്കോട്ടയിൽ സ്ഫോടനം ഉണ്ടാകുന്നതിന് 1-2 ആഴ്ച മുമ്പ് ധാക്കയിൽ ഒരു യോഗം കൂടി. ഉക്കാസ എന്ന് പറയുന്ന ഒരു അപരനാമത്തിൽ അറിയുന്ന വ്യക്തിയോ ഗ്രൂപ്പോ അവരുടെ നേതൃത്വത്തിൽ ധാക്കയിൽ ഒരു യോഗം കൂടുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ തൊയ്ബയുടെയും ചില നേതാക്കൾ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അവിടെ ഒന്നിച്ചു കൂടുന്നു. ബംഗ്ലാദേശിലെ ഭീകരപ്രവർത്തനം നടത്തുന്ന ചില സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഒപ്പം ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആളുകളും ഇത്തരമൊരു യോഗം നടക്കുമ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താനാണ്. അതായത് ബീഹാർ ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷനിൽ NDA വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങണം, യുവാക്കൾ തെരുവിലിറങ്ങണമെന്ന് രാഹുൽ ഗാന്ധി ഒരു ആഹ്വാനം ചെയ്തിരുന്നു. ഈ ആഹ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു ജൻസി കലാപം ഉണ്ടാകുന്നു. ആ കലാപം നടക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ വിവിധ സിറ്റികളിൽ ഒരേ സമയം സ്ഫോടനം. അതിനായിരിക്കാം ഈ സ്ഫോടക വസ്തു എത്തിച്ചത്. ഈ അജിത് ഡോവലിനെ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഷേഖ് ഹസീനയ്ക്കെതിരായിട്ട് ഒരു അന്താരാഷ്ട്ര കോടതി ഇന്നൊരു വിധി പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നടത്തിയ ആക്രമണം, അത് ഷേഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ ജൻസി കലാപമാണ്. അതിനെ നേരിടാൻ സൈന്യത്തെ ഇറക്കി. അന്ന് 1400ഓളം പേർ കൊല്ലപ്പെട്ടു. അതിൻ്റെ മുഖ്യ സൂത്രധാര ഷേഖ് ഹസീനയാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഷേഖ് ഹസീനയെ തൂക്കിലേറ്റണമെന്നുമാണ് അവിടുത്തെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള മുഹമ്മദ് താജുൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഷേഖ് ഹസീന ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം അവരെ വിട്ടുകൊടുക്കണം. ഈ ഷേഖ് ഹസീന തന്നെ അവരുടെ ഒരു ആത്മകഥയുടെ കുറച്ച് ഭാഗങ്ങൾ നേരത്തെ പുറത്തു വിട്ടു. അന്ന് പറഞ്ഞത് ജൻസി കലാപം ഉണ്ടായ സമയത്ത് ഈ പ്രസിഡന്റിന്റെ കൊട്ടാരം കലാപകാരികൾ വളഞ്ഞു, എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ആ സമയത്ത് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ വരുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ, നിങ്ങളെ രക്ഷിക്കാൻ അവിടെ ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്, അതിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് വിശ്വാസമില്ല, അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അത്രയും കലാപകാരികൾ വളഞ്ഞിരിക്കുകയാണ്. വിദേശത്തുള്ള മകനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇന്ത്യയിൽ നിന്നൊരു സഹായം വന്നിട്ടുണ്ട്, അപ്പോൾ അമ്മ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, ആ ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെ ചെയ്യുമെന്ന് പറയും. പെട്ടെന്ന് ഹെലികോപ്റ്റർ വരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവർ ആ ഹെലികോപ്റ്ററിൽ രാജ്യത്ത് നിന്ന് പറന്നുയരുകയാണ്. അപ്പോഴും ഇന്ത്യൻ ബോർഡറിൽ എത്തുന്നവരെ താൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ആരാണ്? അത് അജിത് ഡോവലാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കുന്നു. കാരണം അജിത് ഡോവലാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അന്ന് ഷേഖ് ഹസീനെ കൊന്നായിരുന്നു ഈ പ്രശ്നങ്ങൾ തീർന്നേനെ. പക്ഷേ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉള്ളത് കൊണ്ടും അത് നടന്നില്ല. ഇപ്പൊ ഷേഖ് ഹസീന പറയുന്നു, എനിക്കെതിരെ ഇവിടെ വിധി പുറപ്പെടുവിക്കുന്നത് അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ നിരോധിക്കാനാണ്. അങ്ങനെ നിരോധിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ബംഗ്ലാദേശിൽ ഭരണത്തിലെത്താൻ പറ്റും. ഇവിടെയാണ് മുഹമ്മദ് യൂനിസിന്റെ ഒരു കപടത മനസ്സിലാക്കേണ്ടത്. കാരണം ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇയാൾ മുഖ്യ ഉപദേശമാണല്ലോ, ഇയാൾക്ക് അവിടുത്തെ സ്ഥിരം ഭരണാധികാരിയാണ്, പ്രസിഡന്റ് ആകണം, ഇതൊക്കെയാണ് ലക്ഷ്യം. അങ്ങനെ ആകണമെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളുടെ പിന്തുണ വേണം. അതാണ് തുർക്കിയും പാകിസ്ഥാനും നൽകുന്ന സഹായം. തുർക്കി എത്രയോ കാലമായിട്ട് ഇന്ത്യയുമായിട്ട് രസത്തിലല്ല, പാകിസ്ഥാനും അല്ല. ഇവർ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുറേ സഹായങ്ങൾ ബംഗ്ലാദേശിന് നൽകുന്നു. ഈ സഹായം വെച്ച് നോക്കുമ്പോഴാണ് ബംഗ്ലാദേശിൽ പഠിച്ചിറങ്ങിയ ചില ഡോക്ടേഴ്സ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ. അവർക്ക് നേരത്തെ ഉള്ള ഒരു മൗലവി ഉണ്ടല്ലോ, ഇർഫാൻ മൗലവി, ആ മൗലവിയുടെ വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പങ്കാളിത്തമുണ്ട്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ചില ഡോക്ടേഴ്സിന് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് വ്യക്തം. എന്തിനാണ് ബംഗ്ലാദേശിലെ ഡോക്ടേഴ്സ് വരുന്നത്? അതാണ് NIA ഇപ്പോൾ ഒരു വലിയ ഗൗരവമുള്ള കാര്യമല്ലേ, ചോദ്യം തന്നെയാണ്, പ്രധാനമായിട്ടും അത് അറിയേണ്ടതുമാണ്. അതെ, ആ രീതിയിൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് 1700ഓളം പേരെ മൊത്തം NIA ചോദ്യം ചെയ്തു, കുറെ പേരെ വിട്ടയച്ചു. അപ്പോൾ കേരളത്തിൽ പഠിക്കാൻ വന്ന ഒരു ഡോക്ടർ ഉൾപ്പെടെ ഈ വാട്സാപ്പ് ഗ്യാങ്ങിലുണ്ട്. അതുകൊണ്ടാണ് വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ NIA സംഘം കേരളം, പഞ്ചാബ്, ഹരിയാന, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പരിശോധനയ്ക്ക് വരുന്നത്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നു. അതേസമയം NIA ഈ പറയുന്ന ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. ഇന്ത്യയിൽ ഈ ചെങ്കോട്ടയ്ക്ക് സമയം സ്ഫോടനം ഉണ്ടാകുന്ന ഒരു ദിവസം വൈകിട്ട് 6:55 മണിക്കൂറുകൾക്കുള്ളിൽ ഈ മുഹമ്മദ് യൂനിസിന്റെ
ഒരു ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, അതിന്റെ മുമ്പിൽ സ്ഫോടനം ഉണ്ടായി, പാകിസ്ഥാനിലും ഉണ്ടായി. ബംഗ്ലാദേശിൽ 13ഓളം സ്ഫോടനങ്ങൾ, തുടർ സ്ഫോടനങ്ങളാണ് ഉണ്ടായി. പാകിസ്ഥാനിൽ കോടതിയിലാണ് കാർ പൊട്ടിത്തെറിക്കുന്നത്, 13 പേര് കൊല്ലപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഉടൻ തിരിച്ചടി ഉണ്ടാകുന്നത്? അവിടെ ചില ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ഇടപെടൽ ഇന്ത്യയും നടത്തിയോ? കാരണം അജ്ഞാതർ ഇന്ത്യക്ക് വേണ്ടി പലയിടത്തും പ്രവർത്തിക്കുന്നു. അത്തരം നീക്കങ്ങൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും നടത്തി എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അപ്പോൾ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇനി ബംഗ്ലാദേശിലേക്ക് എത്തുമെന്നും അവിടെ ഈ ആസൂത്രണത്തിന് ചുക്കാൻ പിടിച്ചത് അവരാണെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കോടതിയുടെ മുമ്പിലായിരിക്കില്ല, അവരുടെ ഒരു പോളിസി വേറെ രീതിയിലായിരിക്കും. കാരണം നമുക്ക് കിട്ടിയ തിരിച്ചടി അത്രയും വലുതാണ്. അങ്ങനെ ഒരു നീക്കം നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഡൽഹി സ്ഫോടനത്തിൻ്റെ തലച്ചോറ് പാകിസ്ഥാനിലാണ്. ശക്തി, അതായത് സൈനികപരമായിട്ടുള്ള ആയുധങ്ങൾ, മറ്റ് സഹായങ്ങൾ, സാമ്പത്തികമൊക്കെ നൽകുന്നത് തുർക്കിയാണ്. ഈ 2 രാജ്യങ്ങളൂടെ ചേർന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ചില പ്രവർത്തനം, ചില നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ പാകിസ്ഥാൻ ബോർഡറിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല. നമ്മുടെ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. പക്ഷേ ബംഗ്ലാദേശ് കാലങ്ങളായിട്ട് ഇന്ത്യയായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇപ്പം ഹസീന പോയതുകൊണ്ട് ബന്ധം മോശമാണ്. പക്ഷേ അവിടെയൊക്കെ ചില ലൂപ്പ് ഹോൾ ഉണ്ട്, അതുവഴി ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഡോക്ടേഴ്സ്, മറ്റ് ചില വ്യവസായ സംരംഭവുമായി വന്ന ആൾക്കാർ, ഇവർക്കൊക്കെ തന്നെ ചില ഗൂഢ പദ്ധതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജെൻസി കലാപം നടത്താനായിട്ട് അവർ പ്ലാൻ ഇടുന്നു. ആ കലാപത്തിന്റെ ഭാഗമായിട്ട് പലയിടത്തും സ്ഫോടനം നടത്തുന്നു. പക്ഷേ ഇവരുടെ പദ്ധതികൾ ഒന്നിനു പുറകെ ഒന്നായി പാളിയത് കൊണ്ടാണ് ആദ്യം ഇവർ ഓരോ ഡോക്ടർ, ഈ മുസമ്മിൽ എന്ന് പറയുന്ന ഡോക്ടർ പിടിയിലാകുന്നു, അതിനുശേഷം ആ വനിതാ ഡോക്ടർ പിടിയിലാകുന്നു, പിന്നീട് ഈ പറയുന്ന ഉമർ നബി എന്ന് പറയുന്ന ഇയാൾ പൊട്ടിത്തെറിക്കണം. ഇയാളുടെ മുമ്പിൽ പിന്നെ അവശേഷിക്കുന്ന സ്ഫോടക വസ്തുവായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം. അങ്ങനെയാണ് നടത്തുക. അപ്പോഴാണ് പറയുന്നത് ഈ 1700 പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ധാക്കയിലാണ് ഈ ഗൂഢാലോചന നടന്നത്. എന്തിനാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് മുമ്പിൽ ധാക്കയിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നത്? അവിടെയാണ് ഇപ്പോൾ സംശയത്തിന്റെ മുൾമുന നീളുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതില് തുർക്കിയുടെ ഒരു ആസൂത്രണം നടന്നത് തുർക്കിയിലാണെന്നോ കൂടി ഒരു സംഭവം വന്നിരുന്നല്ലോ, ആ ഒരു നീക്കം കൂടി വന്നിരുന്നു. അപ്പൊ ഈ 2 രാജ്യങ്ങളും കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. കാരണം തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് എപ്പോഴും സ്വീകരിക്കുന്ന രാജ്യം. അവരുടെ പ്രശ്നം അത്രേ ഉള്ളൂ, ഈ ഖലീഫത്ത് ഭരണം, ഖലീഫ ഭരിക്കുന്ന ഒരു ഖിലാഫത്ത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം, ഖലീഫയെ അവിടെ ഭരണത്തിൽ കൊണ്ടുവരണം, ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം ഉണ്ടായപ്പോൾ അനാവശ്യമായിട്ട് തുർക്കി കയറി ഇടപെട്ട് പാകിസ്ഥാന് സഹായം ചെയ്തു. ഇവിടെയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് സഹായം ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഒക്കെ തങ്ങളുടെ സൈഡിൽ നിർത്തുക എന്നുള്ളത് തുർക്കിയുടെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഉക്കാസ എന്ന് പറയുന്ന ഒരു പേരുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾ. മാത്രമല്ല ഈ 2 ഡോക്ടർ ഈ തുർക്കിയിൽ ചെല്ലുകയും 2 ആഴ്ച അങ്കോള എന്ന് പറയുന്ന അവിടുത്തെ പഴയ തലസ്ഥാനത്ത് കഴിച്ചുകൂട്ടുകയും ചെയ്തു. IS ചില നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് തുർക്കിക്കും വൈരാഗ്യമുണ്ട്, പാകിസ്ഥാനും വൈരാഗ്യമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തുടർ സ്ഫോടനം നടത്താനുള്ള ഒരു പഴുതും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നീക്കം നടത്തുന്നു. ദീപാവലിയെ സംബന്ധിച്ചൊരു സ്ഫോടനം നടത്താൻ ശ്രമം നടത്തും. ഇതെല്ലാം തന്നെ അബോട്ട് ചെയ്യപ്പെടും. പിന്നീടുള്ളത് ഡിസംബർ 6 ബാബറി മസ്ജിദ്. ആ ദിവസത്തിൽ എന്തെങ്കിലും നടത്താൻ പറ്റുമോ? പക്ഷെ അപ്പോഴേക്കും ഇവരിൽ പലരും പിടിയിലാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീർ പോലീസും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും നടത്തിയ നീക്കമാണ് ബംഗ്ലാദേശിന്റെ തന്ത്രം പൊളിച്ചത്. പക്ഷേ NIA കൃത്യമായിട്ട് ബംഗ്ലാദേശിനെ ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങോട്ടേക്ക് കയറി ഒരു അടി ഏത് നിമിഷം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. അതാണ് ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശ് ആണ് ഇതിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുമ്പോഴും തുർക്കിക്കുള്ള അടിയും കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി തന്നെ വരും. അത് നമ്മുടെ രാജ്യത്തുള്ള ഒരുവിധപ്പെട്ട ആളുകളെല്ലാം തന്നെ, അതായത് നമ്മുടെ രാജ്യത്തോട് കൂറു പുലർത്തുന്ന എല്ലാവരും തന്നെ ആ ഒരു അടി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ബാബറി മസ്ജിദ് ഡേയുടെ അന്ന് ഇത് പൊട്ടിക്കാനുള്ള പ്ലാൻ അവർക്കുണ്ടായിരുന്നു. മറ്റൊന്ന്, അയോധ്യയില് അത് ഈ ദിവസമാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അയോധ്യയില് കാവിക്കൊടി ഉയർത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു മോദി. ആ സമയത്ത് അവിടെ പൊട്ടിക്കാനുള്ള പദ്ധതി കൂടി ഇവർക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ മോദി വരുന്ന ഒരു സ്പോട്ട് ഇവർ ലൊക്കേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ ഡിസംബർ 6 എന്നുള്ള ഒരു ഡേറ്റിലേക്ക് ഇവർ വരുന്നത്. ഈ ഉമർ നബി പൊട്ടിത്തെറിച്ച് പോകുമ്പോഴും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു പക്ഷെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത, അതായത് പിടിയിലായിട്ടുണ്ടെങ്കിൽ ഉമർ നബി കൂടി പിടിയിലായിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വഷളാവും. അപ്പൊ ഇയാളെ ഈ 11 മണിക്കൂർ ഇതുമായി ബന്ധപ്പെട്ട് കറങ്ങി നടന്നു, ഈ കാറുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് 3 മണിക്കൂറോളം പാർക്കിംഗ് ഏരിയയിൽ നിന്നു. ഇതിനിടയിൽ ഇയാളെ ഇത് എന്തെങ്കിലും സംയുക്തമാക്കി ഇത് സംയോജിപ്പിച്ച് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടോ? അതിനുള്ള ഈ ഉക്കാസ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്
കിട്ടുന്ന അത്രയും ആളുകൾ വെച്ചിട്ട് ഭീതി ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി അറിയേണ്ടതല്ലേ? ശരിക്കും അങ്ങനെ വേണം. കാരണം ഇപ്പൊ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന അയോധ്യ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിൽ ഇവർക്ക് സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം അത്ര ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതേ ദിവസം ഏതാണ്ട് അതിനോടടുത്ത സമയത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടത്തിയാൽ മതി. അതാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഉമർ നബി എന്ന് പറയുന്ന ഈ ബോംബുകൾ നിർമ്മിക്കുന്നതിലൊക്കെ വൈദഗ്ധ്യം നേടിയ ഡോക്ടർ കൂടിയാണ്. ഇയാൾ നോക്കുമ്പോൾ ഇവരുടെ കൂടെയുള്ള സംഘങ്ങളെല്ലാം പിടിയിലാണ്. അപ്പോൾ അവരിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇയാൾക്ക് മെസ്സേജ് വരുമല്ലോ. ഒന്നുകിൽ ഇയാളുടെ മെസ്സേജിന് അവർ റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഇയാൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും സൂചനകൾ കിട്ടും. പിന്നെ ഇയാളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ, ഇവരുദ്ദേശിച്ച പദ്ധതി അബോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ ആർമിക്കോ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്കോ സാധിച്ചാൽ പിന്നെ ഇവരുടെ ലക്ഷ്യം തകർന്നു പോകും. അതുകൊണ്ട് അവശേഷിക്കുന്ന ആൾ ഞാനാണ്, എൻ്റെ കയ്യിലാണ് കുറച്ച് സ്ഫോടക വസ്തു. കാരണം ഇതിനകത്ത് കാറിൽ സ്ഫോടക വസ്തു ഉള്ളതുകൊണ്ടാണല്ലോ. ആ സമയത്ത് ഇയാൾ 3 മണിക്കൂർ എന്തുകൊണ്ടാണ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇരുന്നത്? ഒരു പക്ഷേ ഈ സ്ഫോടക വസ്തു സെറ്റ് ചെയ്യാനായിരിക്കും. ഇയാൾ ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനാണ്. അപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇയാൾക്ക് അറിയാം. ആ രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഈ വൈകിട്ട് 6:55 ഇയാൾ കാർ പുറത്തേക്ക് എടുക്കുന്നത്. എന്തുകൊണ്ട് 6:55? അതിന് മുമ്പ് ഇറക്കിയാൽ ഒരു പക്ഷേ ഇത്രത്തോളം തിരക്ക് നഗരത്തിൽ ഉണ്ടാവില്ല. അതുകൂടി ഒരു പ്ലാൻ ആയിരിക്കും. മാത്രമല്ല ഇനിയും കൂടുതൽ നേരം നിന്നാൽ ഈ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഇയാൾ ഭയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ചാവേറാകാൻ ഇയാൾ തയ്യാറായി. അങ്ങനെ ഒരു പൊട്ടിത്തെറി നടത്തി. അപ്പോൾ ഈ പറയുന്ന അയോധ്യ ദിനത്തിന്റെ ആഘോഷ പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ അവിടെ നടത്തിയില്ലെങ്കിലും മറ്റേതെങ്കിലും ഭാഗത്ത് നടത്തണം. അതിനാണ് ഈ 2900 കിലോ. അപ്പോൾ ഇത് വിവിധ സിറ്റികളിലേക്ക് ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. ഒപ്പം ബംഗ്ലാദേശ് നൽകിയ 40 കിലോ RDX അതും വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനും തുർക്കിയും കൃത്യമായിട്ട് തലച്ചോറ് ഉപയോഗിച്ച് പ്ലാൻ ചെയ്യുന്നു. ഇതിന്റെ ആസൂത്രണം നടപ്പാക്കി മുന്നിലേക്ക് വിടുന്നത് ബംഗ്ലാദേശാണ്. അതാണ് ഇപ്പോൾ NIA കണ്ടെത്തിയ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.